രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കണം തലേന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതെപ്പോഴും കുളമായി പോകാറ് നൂലുപുട്ട് ഉണ്ടാക്കുമ്പോഴാണ്. ഞാൻ അജ്മീൻ്റെ റൈസ് പൗഡറാണ് ഇവിടെ നൂൽപുട്ട് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. വേറെ ഏത് ഇടിയപ്പത്തിൻ്റെ പൊടി വാങ്ങിക്കഴിഞ്ഞാലും എനിക്ക് ശരിയായി കിട്ടാറില്ല കേട്ടോ. വീട്ടിൽ പച്ചരി കഴുകി ഉണക്കി അത് മില്ലിൽ കൊടുത്ത് പൊടിച്ച് ആ പൊടി കൊണ്ടാണ് നൂലുപുട്ട് ഉണ്ടാക്കാറ്. അത് എത്ര എളുപ്പത്തിൽ കിട്ടുന്നു. വീട്ടിലമ്മ നൂൽപുട്ട് ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് അത്ര വലിയ രുചിയൊന്നും തോന്നിയിട്ടില്ല. വിരുന്നുകാർ വരുന്ന ദിവസം പ്രത്യേകം ഉണ്ടാക്കുന്നൊരു വിഭവമാണ് ഈ നൂലുപുട്ടെന്ന് പറയുന്നത്. അന്ന് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അന്ന് വാരി വലിച്ചിങ്ങനെ കഴിക്കുമ്പോൾ അമ്മയുടെ ഒരു പ്രത്യേക തരം നോട്ടമുണ്ട്. വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കില്ല, പക്ഷെ വിരുന്നുകാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ ഉമ്മർത്ത് കഴിക്കുകയും ചെയ്യും. എന്തായാലും അതിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. ചിലപ്പോൾ ചിക്കൻ കറി ആയിരിക്കും, ചിലപ്പോൾ നല്ല കട്ടി ചട്നി ആയിരിക്കും. നൂൽപുട്ടിൻ്റെ കൂടെ കടലക്കറിയോ അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറിയോ ആയിരിക്കും സാധാരണ ഉണ്ടാക്കാറ്. പെട്ടെന്ന് എനിക്ക് ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ചട്നി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഗസ്റ്റ് വരുമ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാറുണ്ടോ സ്ഥിരം? എന്നാൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.